രാവിലെ നല്ല മഴ പെയ്തപ്പോൾ ചുമ്മാ ടി വി തുറന്നതാ. ഈ പടം കണ്ടതോടെ അന്നത്തേക്കുള്ള ഫുൾ എനർജി എനിക്ക് കിട്ടി. കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ ക്രിഞ്ചെന്ന് വിളിക്കുന്ന എനിക്കറിയാം, പക്ഷെ എൻ്റെ ലൈഫിൽ ചില സിനിമകൾക്ക് സ്വിച്ച് ഇട്ട പോലെ എന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാറുണ്ട്. അതിപ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടമാണോ അതോ കാലഘട്ടത്തിനോടുള്ള ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ശരിക്കും ചെറുപ്പത്തിൽ നമ്മൾ ആസ്വദിച്ച് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു സ്വപ്നമായി പോകാറുണ്ടല്ലേ നമ്മൾ പലർക്കും. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ശില്പയും ഡാൻസ് എന്ന് പറഞ്ഞാൽ പാളയവും പാരീസും തമ്മിലുള്ള അന്തരം ഉണ്ടാവും എല്ലാവർക്കും. തമാശയ്ക്ക് പോലും ഞാനിതുവരെ ഒരു ഡാൻസ് സ്റ്റെപ്പ് കളിക്കുന്നതോ അല്ലെ അതിനെപ്പറ്റി സംസാരിക്കുന്നതോ അവരിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അല്ല, അവരെന്നല്ല, ഞാൻ തന്നെ അതിനെപ്പറ്റി മറന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പണ്ട് പഠിച്ച ഡാൻസ് ക്ലാസിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ മറ്റുള്ളവരെന്ത് കരുതുന്നുള്ള ചിന്ത കൊണ്ട് മാത്രം അവിടേക്ക് കയറാതായി പോയ ഒരാളാണ് ഞാൻ. നമ്മൾ അടക്കി പിടിച്ച സ്വപ്നത്തിന്റെ സ്നേഹവും വലിപ്പവും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും. പണ്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഗുരുവായൂരിനായിരുന്നു എൻ്റെ അരങ്ങേറ്റം. ഞാൻ ഒറ്റയ്ക്കാണ് ഡാൻസ് ചെയ്തത്. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ സദസ്സിലിരുന്ന ഏതോ ഒരു തമിഴ് സ്ത്രീ വന്ന് എൻ്റെ 2 കൈ അവരെ നെഞ്ചോട് മുറുക്കി പിടിച്ച് എനിക്കൊരു ഉമ്മ വന്നതും കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞതും ഒരു മൂടൽ മഞ്ഞ് പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഡാൻസിനോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച സാറുവാ. പറഞ്ഞപ്പോൾ അവരൊക്കെ ഡബിൾ ഹാപ്പി. ചെന്ന ഉടനെ സാർ എന്നോട് ചോദിച്ചത് നീ എന്തിനാ നിർത്തിയെന്നാ. ശരിക്കും ചെന്ന് കയറാൻ എനിക്ക് നല്ല ചടപ്പുണ്ടായിരുന്നു, ഇത്രയും വലിയ ഞാൻ മാത്രമാവുമെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതൊക്കെ പാടെ മാറി. ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയ കുഞ്ഞു വയസ്സിലുള്ള കുട്ടികൾ തൊട്ട് എൻ്റെ അമ്മയുടെ പ്രായമുള്ളവർ വരെ ഇതൊരു പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു കൂട്ടാൾക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത്. അവരൊക്കെ പല പല ബാച്ചുകളിലായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കിനി എന്ത് വേണം? സ്വതവേ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്കൊരു എനർജി കിട്ടാറുണ്ട്. ടി വിയിലൊരു ഡാൻസ് കണ്ട് ചുമ്മാ അതിന്റെ 2 സ്റ്റെപ്പ് വെക്കാൻ നോക്കിയപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ പറ്റായിയാണ് ഇന്നെന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. തെറ്റുന്നുണ്ട്, എനിക്കറിയാം. തെറ്റിയാണല്ലോ ശരിയാവുന്നത്. 10-12 വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. പക്ഷെ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെച്ചല്ലോ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. അപ്പൊ ഇതുപോലെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടേ, ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ.